നമസ്കാരം സുഹൃത്തുക്കളെ. ഡൽഹി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ഓടിയെത്തുന്ന അവിടെ കവാടമുണ്ടല്ലോ, അതെ, ഇന്ത്യ ഗേറ്റ്. വെറുമൊരു കവാടമല്ലിത്. ഇന്ത്യയുടെ അഭിമാനത്തിന്റെയും അതിലേറെ ധീരരായ നമ്മുടെ സൈനികരുടെ ഓർമ്മകളുടെയും പ്രതീകമാണിത്. ഇന്ന് നമുക്ക് ഇന്ത്യ ഗേറ്റിന്റെ ആരുമധികം ശ്രദ്ധിക്കാത്ത ചില കഥകളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ശരിക്കും എന്തുകൊണ്ടാണ് ഈ സ്മാരകം പണിതതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാം ലോക മഹായുദ്ധത്തിലും അതിനുശേഷം നടന്ന അഫ്ഗാൻ യുദ്ധത്തിലും ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച 80,000-ലധികം സൈനികരുടെ സ്മരണയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1921 പണി തുടങ്ങിയ ഈ വലിയ മന്ദിരം പൂർത്തിയാക്കാൻ ഏകദേശം 10 വർഷമെടുത്തു. സർ എഡ്വിൻ ലുട്ടിൻസ് എന്ന പ്രശസ്തനായ ആർക്കിടെക്ചറാണ് ഇതിന്റെ ഡിസൈൻ തയ്യാറാക്കിയത്. ഫ്രാൻസിലെ ആർക്ക് ഡി ട്രയോഫ് എന്ന സ്മാരകത്തിന്റെ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഗേറ്റിന്റെ അടുത്ത് പോയി നോക്കിയിട്ടുണ്ടോ? ഇന്ത്യ ഗേറ്റിന്റെ ഭിത്തികളിൽ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ 10,000-കണക്കിന് സൈനികരുടെ പേരുകൾ അവിടെ കുത്തിവെച്ചിരിക്കുന്നത് കാണാം. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച ആ വീരജവാന്മാരുടെ പേരുകളാണവ. 42 മീറ്റർ ഉയരമുള്ള ഈ മന്ദിരം ഭാരതത്തിനു വേണ്ടി പോരാടിയ ഓരോ പട്ടാളക്കാരന്റെയും സ്മാരകമാണ്. ഇനി ഇന്ത്യ ഗേറ്റിന്റെ തൊട്ടു താഴെ കാണുന്ന ആ കെടാവിളക്കിനെ കുറിച്ച് പറയാം. അമർ ജവാൻ ജ്യോതി. 1971 ഇന്തോ പാക് യുദ്ധത്തിന് ശേഷമാണ് ഇത് സ്ഥാപിച്ചത്. രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ സൈനികർക്ക് ആദരവർപ്പിക്കാനാണ് ഈ വിളക്ക് എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത്. രാത്രിയിൽ ലൈറ്റുകൾ തെളിയുമ്പോൾ ഇന്ത്യ ഗേറ്റിനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഡൽഹിയിലെ രാജ്പഥിന്റെ ഒരറ്റത്ത് തല ഉയർത്തി നിൽക്കുന്ന ഇന്ത്യ ഗേറ്റ് വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, അത് ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയമിടിപ്പാണ്. അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ആ പേരുകൾ ഒന്ന് വായിക്കാൻ ശ്രമിക്കണം. ആ ധീരർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവ് അതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്കിനായി ഞാൻ കാത്തിരിക്കുന്നു. നന്ദി.